ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. ലെവലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലെവലിംഗിൽ നമ്മൾ സ്പിരിറ്റ് ലെവലിംഗ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു മെത്തേഡായിട്ടുള്ള ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ഓക്കെ, ഡിഫറൻഷ്യൽ ലെവലിംഗിൻ്റെ എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും റൈസ് ആൻഡ് ഫാളോ മെത്തേഡും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്പിരിറ്റ് ലെവലിംഗിൻ്റെ തന്നെ ഫസ്റ്റ് ഏതായിരുന്നു? സ്പിരിറ്റ് ലെവലിംഗിൽ ആദ്യം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഡിഫറൻഷ്യൽ ലെവലിംഗ് അല്ലേ? ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്, പിന്നെ ക്രോസ് സെക്ഷനിങ്, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്രോക്കൽ ലെവലിംഗ്. ഓക്കെ, ഇത്ര ലെവലിംഗ് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏതൊക്കെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്ങും ക്രോസ് സെക്ഷനിങ്ങും നോക്കാം. ഓക്കെ, ശരി. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെയാണ്. ഇതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആ ഒരു ടേമിൻ്റെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. നോക്കിയേ, ഉദാഹരണത്തിന് എനിക്കൊരു റോഡുണ്ട്. ഓക്കെ, ഒരു റോഡുണ്ട്. ഇതേ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മുടെ കാലിക്കട്ട് വരെ വരുന്ന ഒരു റോഡാണ്. ഓക്കെ, ഈ റോഡിന് എന്ത് ചെയ്യണം? ഈ റോഡിൻ്റെ പൊക്കം എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ ഏതെങ്കിലും ഒരു ഡേറ്റം എടുക്കുന്നു. ഓക്കെ, ഞാനൊരു ഡേറ്റം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതെന്താണ്? എൻ്റെ ഡേറ്റമാണ്. ഓക്കെ, ഡേറ്റം. ഓക്കെ, ഈ ഡേറ്റത്തിൽ നിന്നും ഈ റോഡെന്ന് പറയുന്നത് ഇതിപ്പം പ്ലാൻ വ്യൂ ആണ്. നമുക്ക് എന്താ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രിവാൻഡ്രം കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നു, കാലിക്കട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇതിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ റോഡ് കിടക്കുക? ഇതേ ചിലപ്പോൾ കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ടാവും അല്ലേ? സോ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, എൻ്റെ റോഡ് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഡേറ്റത്തിൽ നിന്നും ഈ റോഡിൻ്റെ ഓരോ പോയിന്റ് വരെയുള്ള എലിവേഷൻ കണ്ടുപിടിക്കുക. ഏത് രീതിയിൽ? ഡിഫറൻഷ്യൽ എലിവേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലെവൽ കൊണ്ടുവച്ചിട്ട് ഓരോ പോയിന്റിൻ്റെയും റെഡ്യൂസർ ലെവൽ കണ്ടുപിടിക്കുന്നു. നമ്മുടെ ലെവലും സ്റ്റാഫ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേഷൻ്റെയും റെഡ്യൂസർ ലെവൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരു ഡ്രോയിങ് പേപ്പറിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രോയിങ് ഷീറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഓക്കെ, ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുന്നു. സപ്പോസ് ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുക, A തൊട്ട് B വരെയുള്ള പോയിന്റ് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇത്രയും സാധനം അവിടെ ഉള്ള ആ ഒരു പ്രൊഫൈൽ, A തൊട്ട് B വരെയുള്ള പ്രൊഫൈൽ ഞാൻ എന്ത് ചെയ്യുന്നു, കറക്റ്റ് നമ്മളുടെ ഇത് ഡേറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ A തൊട്ട് B വരെയുള്ളൊരു പടം വരച്ച് കാണിക്കുന്നു. ഓക്കെ, ഇതാണെന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അതായത് എൻ്റെ ഡേറ്റത്തിൽ നിന്നും ഈ പോയിന്റ് ഇത്ര ഹൈറ്റിലാണ്. ഇത് നോക്കി, ഈ ഹൈറ്റുകളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡ്രോയിങ് വരയ്ക്കുന്നു, ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നു. ഓക്കെ, ആ ക്രോസ് സെക്ഷനെ പറയുന്ന പേരാണെന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്. മനസ്സിലായല്ലോ? ഒരു നീളത്തിൽ ഒരു പ്രൊഫൈലുണ്ട്. ഈ ലെങ്തിനെ പറയുന്നവരാണ് പ്രൊഫൈൽ. ഇങ്ങനെ ഒരു നീളത്തിലൊരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലിന് ഒരു ഡേറ്റത്തിൽ നിന്നും ഓരോ പോയിന്റും എത്ര പൊക്കത്തിലാണ്. ഓക്കെ, ഓരോ പോയിന്റുകളും ഡേറ്റത്തിൽ നിന്നും എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മുകളിലുണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരച്ച് കാണിക്കുന്നതിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. ഓക്കെ, ശരി. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ശരി, ഞാനൊരു 1 കിലോമീറ്റർ എടുക്കുന്നു. സപ്പോസ് ഞാൻ എന്ത് ചെയ്യുന്നു, 1 കിലോമീറ്റർ സ്ട്രെച്ച് എടുക്കുന്നു. ഓക്കെ, 1 കിലോമീറ്റർ റോഡാണ്. ഇതാണ് എൻ്റെ റോഡ്. ഇതെൻ്റെ പ്ലാൻ വ്യൂ ആണ്. ഞാൻ റോഡിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണ്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ, ഇത് റോഡിൻ്റെ പ്ലാൻ വ്യൂ. ഞാൻ ടോപ്പിൽ നിന്ന് നോക്കുകയാണ്. ഈ സെൻറ്ററിൽ കൂടി പോകുന്ന ഈ വരയില്ലേ, ഈ സെൻറ്ററിൽ കൂടി പോകുന്ന വര, ഇതാണെന്ത്, റോഡിൻ്റെ അലൈൻമെൻറ്റ് അല്ലേ? റോഡിൻ്റെ സെൻറ്റർ ലൈൻ, അതാണെന്ത്, റോഡിൻ്റെ അലൈൻമെൻറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ റോഡിൻ്റെ സെൻറ്റർ ലൈൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇനി ഓക്കെ, സെൻറ്റർ ലൈൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇതെൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് A. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കിതിൻ്റെ ഈ റോഡിൻ്റെ എല്ലാ സ്ഥലത്തും എലിവേഷൻ കണ്ടുപിടിക്കുക.
എല്ലാ സ്ഥലത്തും എലിവേഷൻ കണ്ടുപിടിച്ചാലാണ് ഇതിൻ്റെ എന്ത് ചെയ്യുക പൊക്കം എനിക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സപ്പോസ് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ പോയിന്റ് എ ആയിട്ട് ഇതിനെ എടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം, എത്ര അടുത്ത് വേണമെങ്കിലും എടുക്കാം. അതായത് ബി ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. എനിക്ക് എത്ര വേണമെങ്കിലും അടുത്ത് ബീനെ എടുക്കാൻ പറ്റും. പക്ഷേ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്താൽ രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ സെക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ എലിവേഷൻ കണ്ടുപിടിക്കാനുള്ളത് ഒരു ചെയിൻ ലെങ്ത് മാറിയിട്ടായിരിക്കും. ഓക്കെ, 1 ചെയിൻ ലെങ്ത്. നോർമലി 1 ചെയിൻ ലെങ്ത്. 1 ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 20 മീറ്റർ 30 മീറ്റർ മെട്രിക് ചെയിൻ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 20 മീറ്റർ ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ശരി. അപ്പം എൻ്റെ മൂന്നാമത്തെ പോയിന്റ് എവിടെയായിരിക്കും? ഇതേ സി. അതും എത്രയായിരിക്കും? 20 മീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും. നാലാമത്തെ പോയിന്റ് എവിടെ? ഇതേ ഡി. അതും എത്ര മീറ്റർ കഴിഞ്ഞിട്ടാ? 20 മീറ്റർ. ഇവിടെ നിന്ന് വീണ്ടും 20 മീറ്റർ കഴിഞ്ഞിട്ട് ABCDE 20 മീറ്റർ. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇടവിട്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഏത് പോയിന്റ് വരെ? അതെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ശരി. ഇത് മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റുകളുടെ എല്ലാം ലെവൽ കണ്ടുപിടിക്കുക. ഈ പോയിന്റുകളുടെ എല്ലാം ലെവൽ കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? ഇതേ ഞാൻ ആദ്യം എൻ്റെ ലെവലിനെ എടുത്ത്, പ്ലാൻ വ്യൂ ആണ്, മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ലെവലിനെ എടുത്ത് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ലെവലിനെ ടോപ്പിൽ നിന്ന് നോക്കുകയാണ് കേട്ടോ, ടോപ്പിൽ നിന്ന്. ഓക്കെ, ടോപ്പിൽ നിന്ന് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ലെവൽ വെച്ചിട്ട് ഓരോ സ്ഥലത്തെയും എന്ത് ചെയ്യുന്നു, സ്റ്റാഫ് റീഡിങ് കണ്ടുപിടിക്കുന്നു. ഞാൻ എയിലൊരു സ്റ്റാഫ് കൊണ്ടുവയ്ക്കുന്നു, അതിൽ നിന്ന് ഇവിടേക്ക് റീഡിങ് എടുക്കുന്നു. ബിയിലൊരു സ്റ്റാഫ് കൊണ്ടുവയ്ക്കുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ബിയിലേക്ക് റീഡിങ് എടുത്തു, സിയിലേക്ക് എടുത്തു, ഡിയിലേക്ക് എടുത്തു, ഞാൻ റീഡിങ് എടുത്തു. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമായിരിക്കും? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ലെവൽ കൊണ്ടുവച്ചു. ഫ്രണ്ട് വ്യൂവിൽ ഇരിക്കുന്നതാണ് ലെവൽ. എനിക്ക് എപ്പോഴും എന്ത് വരും, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് വരും അല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് വരും. ഞാൻ ആദ്യം എന്ത് ചെയ്യണം, എയിലൊരു സ്റ്റാഫ് കൊണ്ടുവയ്ക്കണം. അതായത് എയിൽ വെച്ചിട്ട് ഞാൻ റീഡിങ് എടുത്തു. രണ്ടാമത് എന്ത് ചെയ്യുക, എയിൽ നിന്ന് ഞാൻ ബിയിൽ കൊണ്ടുവയ്ക്കുക, റീഡിങ് എടുക്കുക. പിന്നെ ഞാൻ എവിടെ വയ്ക്കുക, സിയിൽ വയ്ക്കുക, റീഡിങ് എടുക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യുക, ഡിയിൽ വയ്ക്കുക, റീഡിങ് എടുക്കുക. ഓക്കെ, ഇത്ര റീഡിങ് ഞാൻ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി റീഡിങ്സ് എല്ലാം കിടക്കുന്ന അപ്പുറത്തേക്കാണല്ലേ. ഞാൻ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു പോർഷനിൽ കൊണ്ടുവച്ചു. ദേ ഇവിടെ ഒരു പോർഷനിൽ ഞാൻ കൊണ്ടുവച്ചു. ഇൻസ്ട്രുമെൻ്റ് ഞാൻ ഇവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യുക, ആദ്യം ഞാൻ ബാക്ക് സൈഡ് ഏതിലേക്ക് തന്നെ എടുക്കുക, അവസാനത്തെ പോയിന്റിൻ്റെ അവസാനം ഞാൻ എടുത്ത 4 സൈഡിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുക, ബാക്ക് സൈഡ് എടുക്കുക. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ലെവലിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എല്ലാം റീഡിങ് എടുത്തു. ഇനി എനിക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഞാൻ ഇതിനെ ലെവലിനെ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ആദ്യത്തെ റീഡിങ് ഇങ്ങോട്ട് എടുക്കുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, റീഡിങ്ങുകൾ എടുത്തെടുത്ത് പോകുന്നു. സോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ എവിടെയോ ആണ് എൻ്റെ ലെവൽ കൊണ്ടുവയ്ക്കുന്നത്. ലെവൽ ഓൾവേസ് പ്രൊഡ്യൂസ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ സ്ഥലത്തായിട്ട് സ്റ്റാഫ് കൊണ്ടുവയ്ക്കുന്നു അല്ലേ. ഡിയിൽ ഓൾറെഡി സ്റ്റാഫ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇയിൽ സ്റ്റാഫ് കൊണ്ടുവയ്ക്കണം അല്ലേ. ഇയിൽ സ്റ്റാഫ് കൊണ്ടുവയ്ക്കുന്നു, ഇയിൽ സ്റ്റാഫ് ഇന്ന് റീഡിങ് എടുക്കുന്നു, എഫിൽ വെക്കുന്നു. ഓരോ പോയിന്റിലും ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാഫ് വെച്ച് റീഡിങ് എടുക്കുന്നു. ഇതാണ് അവിടെ നടന്ന പ്രൊസീജിയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീൽഡിൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ കിട്ടിയ സ്റ്റാഫ് റീഡിങ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇതിനെ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്, ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഡേറ്റ, ഇതാണ് എൻ്റെ ഡേറ്റ. ഓക്കെ, ഇതാണ് എൻ്റെ ഡേറ്റ. ഇതെന്താണ് എൻ്റെ ഒറിജിൻ ആകുമ്പോൾ എന്താണ് 0 ആകും അല്ലേ. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകൾ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം എത്രയല്ല, 20 മീറ്ററിൽ എ അല്ലേ, എ 20 മീറ്ററിൽ എ. പിന്നെന്താ, 40 മീറ്ററിൽ ബി അല്ലേ. ഇവിടെ നിന്ന് 40 മീറ്ററിൽ ബി. ഇവിടെ നിന്നും 60 മീറ്ററിൽ സി, 80 മീറ്ററിൽ ഡി, 100 മീറ്ററിൽ ഇ, എഫ്, 120 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാനുള്ളത് ശ്രദ്ധിച്ചോ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഓരോ പോയിന്റിൻ്റെയും എലിവേഷനുകൾ കണ്ടുപിടിക്കാം. നോക്കിയാൽ നമുക്കുള്ള പോയിന്റുകൾ ഏതൊക്കെ, എ ബി സി ഡി ഇ എഫ് അല്ലേ. ആ പോയിന്റുകളുടെ കറസ്പോണ്ടിങ് എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എ ബി സി ഡി ഇ എഫ് തുടങ്ങിയ പോയിന്റുകളുണ്ട്. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഫിഗർ അങ്ങ് മായ്ക്കാം, ഈ ഫിഗർ വേണ്ട. ഓക്കെ, ഇത് ശരി. ഈ പോയിന്റുകളുടെ എല്ലാം ഞാൻ എന്ത് ചെയ്യണം, എലിവേഷൻ കണ്ടുപിടിക്കണം. ഇതിൻ്റെ എല്ലാം എലിവേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സപ്പോസ് ഞാൻ ഈ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന എലിവേഷൻ എ എന്ന് പറയുന്നത് ഒരു ഡേറ്റത്തിൽ നിന്ന് ഒരു 200.201.5 മീറ്റർ പൊക്കത്തിലായിരിക്കാം. അടുത്ത ബീൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ഇതിൻ്റെ അടുത്തൊരു വാല്യൂ ഇല്ല. കാരണം എന്താ, ഈ എയും ബിയും എന്ന് പറയുന്ന ഗ്രൗണ്ടിലെ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ അവയ്ക്കിടയിലുള്ള ഒരു എലിവേഷൻ്റെ ഡിഫറൻസ്, ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇവയുടെ ഡിസ്റ്റൻസ് എത്രയാണ്, 20 മീറ്റർ മാത്രമേ ഉള്ളൂ. സോ ഇതൊരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ഇത് എത്രയായിരിക്കും, ഒരു 201 ആവാം, അടുത്തൊരു 201.3 ആവാം, ഒരു 202 ആകാം, അങ്ങനെ ഒരു 201.4. ഏകദേശം എല്ലാം എന്താ ഒരു 201, 202 റേഞ്ചിൽ തന്നെയായിരിക്കും വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു എലിവേഷൻ ഡിഫറൻസ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. സോ ഈ വാല്യൂസിനെ ഞാൻ എങ്ങനെ ഇതിൽ പ്ലോട്ട് ചെയ്യുമെന്ന് നോക്കാം. നമ്മുടെ ഗ്രാഫിൽ നമ്മുടെ സെക്ഷൻ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. നോക്കിയേ, ഇതല്ലേ നമ്മുടെ ഡേറ്റം. ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്ന ഡേറ്റമായിട്ട് എടുക്കുന്നത്. ഡേറ്റത്തിൻ്റെ പൊക്കം എത്ര വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അവർ തരുന്നതാണ് നമ്മുടെ പൊക്കം. സോ ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, 0 മീറ്റർ എന്ന് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 100 മീറ്റർ എന്ന് കൺസിഡർ ചെയ്യാം. ഡേറ്റത്തിൻ്റെ പൊക്കം എത്ര വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ആ ഡേറ്റത്തിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യണം. നോക്കി, എവിടെ ഏറ്റവും ചെറിയ വാല്യൂ അത് നമുക്ക് 201 ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, 201 തുടങ്ങിയാൽ മതി. സപ്പോസ് ഞാനൊരു സ്ഥലത്ത് 201 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ കൺസിഡർ ചെയ്തു. ഡേറ്റത്തിൽ നിന്നുള്ള ഈ പൊക്കം 201 ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്തു. കാരണം എന്താ, എൻ്റെ താഴോട്ട് എനിക്ക് ഇനി ഒന്നും വരാനില്ല. ശരി, ഇനി നോക്കിയാൽ ഞാൻ എ എടുത്തു എത്ര, 20, ബി എടുത്തു എത്ര, 40. അതായത് അവയുടെ ഡിഫറൻസ് എത്രയായിരുന്നു, 20 ആയിരുന്നു ഡിഫറൻസ്. ആ ഡിഫറൻസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ റീഡിങ് ഞാൻ എത്ര കൊടുക്കണം, 221 അല്ലേ. എത്ര കൊടുക്കണം, 221. നോക്കി, ഈ 221 എടുക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത എത്ര, 241 എടുക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, നമ്മുടെ എലിവേഷൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 0.5 മീറ്ററോ 1 മീറ്ററോ മാക്സിമം 2 മീറ്റർ ഒക്കെ ആയിരിക്കും. അവിടെ നമ്മൾ എന്താ ഈ ഒരു 20 മീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. സോ ഞാൻ എന്ത് ചെയ്യുക, അടുത്തടുത്ത വാല്യൂസ് വരുന്ന രീതിയിൽ കൊടുക്കുക. സോ 201 കഴിഞ്ഞാൽ അടുത്ത എത്രയായിരിക്കും, ഒരു 201.1 ആയിരിക്കാം. അതുപോലെ 201 ഒരു 2 കൊടുക്കാം, നമുക്ക് 2 ആകാം, 1 വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. 201.4, 201.6, 201.8, 202, 202, 202.2, 202.4 ഇങ്ങനെ പോകും. എന്നിട്ട് എന്ത് ചെയ്യുക, എനിക്കിതിനെല്ലാം പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ് ഏത് ഉയരത്തിൽ കിടക്കുക, എ എന്ന് പറയുന്ന പോയിന്റ് 201.5 കിടക്കുകയാണല്ലേ. ഓക്കെ, എ എവിടെ കിടക്കുന്നത്, 201.5. 201.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. 201.5 എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എനെ എത്രയെന്നാണ് എടുത്തിരിക്കുന്നത്, എ 0 എന്നല്ലേ, എനല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ എനെ എവിടേക്ക് മാറ്റി എഴുതാം. എനെ ഒന്ന് മാറ്റി എഴുതാം. എ ബി സി ഡി ഇ എഫ് ജി. എനെ ഞാൻ ഒറിജിൻ ആക്കി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഒ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വേണ്ട. ഓക്കെ, ശരി, നോക്കാം. എയുടെ എലിവേഷൻ എത്ര, 201.5 അല്ലേ. എയുടെ എലിവേഷൻ 201.5, ഇവിടെ വരും, 201.5 വരും. ബിൻ്റെ എത്ര, 201 എവിടെ വരും, ഇവിടെ വരും അല്ലേ. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 201 വരും. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരും, 201.3 അല്ലേ. 201.3 എന്ന് പറയുമ്പോൾ എവിടെ വരും, ഇവിടെ വരും അല്ലേ, 201.3. നെക്സ്റ്റ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ 202 അല്ലേ, 202 എവിടെ വരുന്നുണ്ട്, നമ്മുടെ 202 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 202 വരുന്നുണ്ട്. 201.4 എവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. നോക്കി, ഇതെല്ലാത്തിനും കൂടെ ചേർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സെക്ഷൻ വരയ്ക്കാൻ പറ്റും അല്ലേ. എനിക്ക് എൻ്റെ
സെക്ഷൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെ വരച്ച് പോവാം. ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു സെക്ഷനെ പറയുന്ന പേരാണെന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്. ഓക്കെ, ഇവിടെ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് എയിൽ നിന്നും 20 മീറ്റർ പോകുമ്പോഴത്തേക്ക് ഇത്രയും എൻ്റെ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു? താരുന്നു. വീണ്ടും ഞാൻ ബിയിൽ നിന്ന് 20 മീറ്റർ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് ഇങ്ങനെ പൊങ്ങുന്നു. വീണ്ടും 20 മീറ്റർ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഗ്രൗണ്ട് ഇങ്ങനെ പൊങ്ങുന്നു. സോ എനിക്ക് എൻ്റെ സെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ എയിൽ നിന്ന് ജി വരെ ഒരു കാർ ഓടിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എയിൽ നിന്ന് ബി വരെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ താഴ്ന്നു പോകണം. ഓക്കെ, ബിയിലെത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക? സി വരെ എത്താനായിട്ട് ഞാനിങ്ങനെ പൊങ്ങിപ്പോകണം. സിയിൽ നിന്ന് ഡിയിലെത്താൻ വീണ്ടും ഞാൻ കയറ്റം കയറണം. ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ജോലികളും ചെയ്യാൻ പറ്റും. സോ ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ റോഡ് ഇങ്ങനെ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത്രയും പോർഷൻ കട്ട് ചെയ്യണം, ഇത്രയും പോർഷൻ ഫില്ല് ചെയ്യണം, ഇത്രയും പോർഷൻ കട്ട് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണം, ഇത് കട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നോക്കിയേ, ഇവിടുത്തെ രണ്ടിടത്തെ സ്കെയിലുകളാണ്. സ്കെയിൽസ്. ഓക്കെ, സ്കെയിൽ എന്ന് പറയുന്നത് എന്താ? എക്സ് ആക്സിസ് നോക്കാം. എക്സ് ആക്സിസിലെ സ്കെയിൽ എന്താ? എക്സ് ആക്സിസിലെ സ്കെയിലൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചല്ലേ. സോ എക്സ് ആക്സിൽ എന്താ? ഒരു യൂണിറ്റ് മീൻസ് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചു. എ തൊട്ട് ബി വരെ 1 സെൻറ്റിമീറ്റർ. ഒരു യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണ്? 20 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വൈ ആക്സിസിൽ നോക്കാം. വൈ ആക്സിസിൻ്റെ സ്കെയിൽ എങ്ങനെ? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെ എങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത്? 201 കഴിഞ്ഞാൽ 201.2 അല്ലേ. സോ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.2 മീറ്റർ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ഇതിനൊന്ന് കമ്പയർ ചെയ്യുക. ഏത് സ്കെയിലാണ് വലുത്, ഏത് സ്കെയിലാണ് ചെറുത്, അത് ഇത് രണ്ട് ഒന്നാണോ എന്നൊക്കെ ഒന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക. ഇതിനെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 20 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, 100 സെൻറ്റിമീറ്റർ. സോ ഇതെന്തായി? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് മാറിയിട്ടുണ്ട്. സോ ഇതിനെ എന്ത് ചെയ്യുക? മാറ്റുക. 1 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 100 അല്ലേ. 1 ഡിവൈഡ് ബൈ 0.2 ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് എത്രയായി? 20 അല്ലേ. 1/20. 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. നോക്കി, ഇതെന്താണ്? വലിയൊരു സ്കെയിലാണ് അല്ലേ. ഇതെന്താണ്? ലാർജ് സ്കെയിലാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലാർജ് സ്കെയിലാണ്, ഇതെന്ന് പറയുന്നത് സ്മോൾ സ്കെയിലാണ്. ഓക്കെ, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ ഒറ്റ കാര്യം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എന്താണ്? സ്കെയിൽ ഓൺ വൈ ആക്സിസ് is comparatively larger than scale on x-axis. Comparatively larger than scale on x-axis. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും കാര്യം സംസാരിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് വെറുതെ നമ്മൾ കാണാതെ അടിച്ചു വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് തോന്നും സ്കെയിൽ ഓൺ വൈ ആണോ വലുത്, എക്സ് ആണോ വലുത്. ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. ഇതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്. ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ വരുന്നത്, ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു സാധനമാണ് എന്ത്? ക്രോസ് സെക്ഷനിങ്. എന്താണ്? ക്രോസ് സെക്ഷനിങ്. ഓക്കെ, എന്താ സംഭവിച്ചത്? ഇതായിരുന്നു എൻ്റെ പ്ലാൻ വ്യൂ. ഓക്കെ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെയാണ് എന്ത്? റോഡ് കൊടുക്കാനുള്ളതല്ലേ, റോഡ്. ഓക്കെ, ഇതാണ് എൻ്റെ റോഡ്. ഇതെന്താണ്? എൻ്റെ സെൻറ്റർ ലൈൻ അലൈൻമെൻ്റ് അല്ലേ. ഇതെന്താണ്? എൻ്റെ സെൻറ്റർ ലൈൻ അലൈൻമെൻ്റ് ആണ്. ഈ സെൻറ്റർ ലൈൻ എത്ര പൊക്കത്തിലാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി അതേസമയം ആ റോഡിനെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ഓക്കെ, ആ റോഡിനെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുക. അതായത് ഒരു വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടിയുടെ ടയർ, വണ്ടിയുടെ ബോഡി, ഇത് സ്റ്റിയറിങ്, 2 ലൈറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് നമുക്ക്. ഇതെന്താ? ഞാൻ ഇത് വരയ്ക്കാനുള്ള കാര്യം എന്താ? ആ വണ്ടി ഇങ്ങനെ വരിക ഫ്രണ്ടിൽ. സോ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ആ റോഡിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോഴേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എൻ്റെ റോഡ് കാണത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ആ റോഡിൻ്റെ ആ ഒരു വ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ വരച്ചത്. നോക്കിയേ, ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെൻറ്റർ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വ്യൂ ആണ്. എൻ്റെ സെൻറ്റർ ലൈൻ ഏത് വഴിയായിരിക്കും പോകുന്നത്? ഇതുവഴിയായിരിക്കും എൻ്റെ സെൻറ്റർ ലൈൻ. ഇങ്ങനെ ബോർഡിന് പുറത്തേക്കായിരിക്കും എൻ്റെ സെൻറ്റർ ലൈൻ വരുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു സെൻറ്റർ ലൈന്, അതായത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷന്
പെർപെൻഡിക്കുലറായി ക്രോസായി ഞാൻ സെക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണെന്ത്? ക്രോസ് സെക്ഷനിങ്. ഓക്കെ ആണല്ലോ. എൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷന് ഞാൻ ക്രോസായി കണ്ടുപിടിക്കുന്ന ലെവലിങ്ങിനെ പറയുന്ന പേരാണെന്ത്? ക്രോസ് സെക്ഷനിങ്. ഓക്കെ, ശരി. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് എത്ര പോയിന്റ് ഉണ്ടായിരുന്നു നേരത്തെ? എ, ബി, സി, ഡി തുടങ്ങിയ പോയിന്റുകൾ ഉണ്ടായിരുന്നല്ലേ. സോ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എലിവേഷൻ എനിക്ക് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? അതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുക. സോ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ സ്റ്റാഫിനെ, പ്ലാൻ വ്യൂ ആണ്, എൻ്റെ ഒരു ലെവൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം സ്റ്റാഫ് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ എല്ലാം എന്ത് ചെയ്യണം? എലിവേഷൻ കണ്ടുപിടിക്കണം. അവിടുത്തെ എല്ലാം ലെവൽ ഞാൻ കണ്ടുപിടിക്കണം. കണ്ടോ? ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മുടെ പ്രൊഫൈൽ ലെവലിങ്ങിന് എങ്ങനെ ചെയ്ത? ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ലെവൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഓരോ പോയിന്റും ലെങ്ത് വൈസിലാണ് ഞാൻ എന്ത് ചെയ്തത്? ലെവൽ കണ്ടുപിടിച്ചത്. ക്രോസ് സെക്ഷനിൽ ഞാൻ എന്താണ് ചെയ്യാനുള്ളത്? ഞാനൊരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ലെവൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ആ ഒരു പ്രൊഫൈലിന് അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റുകളിൽ ഞാൻ എന്ത് ചെയ്യുക? ലെവൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ക്രോസ് സെക്ഷനാണ് കണ്ടുപിടിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ആ ഒരു വരയ്ക്ക് ഒരു പേര് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഈ ക്രോസ് സെക്ഷന് പി ക്യൂ എന്ന് പറയുന്ന പേര് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഞാൻ പി ക്യൂ വരയ്ക്കുക അല്ലേ. നേരത്തെ ചെയ്തതുപോലെ ഞാൻ പി ക്യൂ എന്ന് പറയുന്ന വര അവിടെ വരച്ചു. ഇതാണ് എന്ത്? എൻ്റെ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ, പി ക്യൂ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഓരോ പോയിന്റിനും പേര് കൊടുക്കുക. അതാ ഫസ്റ്റ് പോയിന്റ് പി, രണ്ടാമത്തെ ക്യൂ, അതിൻ്റെ ഇടയിലുള്ള 1, 2, 3 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കൊടുക്കുന്നു. അതിവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, 1, 2, 3. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് ഓരോ സ്ഥലത്ത് റീഡിങ് കണ്ടുപിടിക്കുന്നു. ഇവിടുത്തെ ഇപ്പോൾ എത്ര ആയിരിക്കാം? 200 ആയിരിക്കാം, 200.1 ആയിരിക്കാം, 200.3 ആയിരിക്കാം. അങ്ങനെ ഓരോ സ്ഥലത്തെ റീഡിങ് എന്ത് ചെയ്യുക? ഞാൻ കണ്ടുപിടിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു? എനിക്കിവിടെ ആക്സിസ് ഉണ്ട്. ഇപ്പോൾ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 200 ആണ്. ഓക്കെ, അടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്തായിരിക്കും? ഒരു ഓക്കെ, പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 200 ആയിരിക്കാം. പി കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ഏതാണ്? പി കഴിഞ്ഞിട്ടുള്ള എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 1, 2, 3 അല്ലേ. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കിപ്പോൾ ഒരു 201.1 ആയിരിക്കാം. അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 201 ആയിരിക്കാം. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു 202.2 ആയിരിക്കാം. 201.2 ആയിരിക്കും. ഏതെങ്കിലും വാല്യൂ, ഏതൊക്കെ വാല്യൂ കിട്ടുന്നോ അതെല്ലാം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെല്ലാം കൂടെ ഞാനിങ്ങനെ കൺസിഡർ ചെയ്ത് ഒരു സെക്ഷൻ വരയ്ക്കുക. ഓക്കെ, ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ. ഇതെല്ലാം എന്ത്? ക്രോസ് സെക്ഷൻ. അതായത് എൻ്റെ വണ്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ വണ്ടി എങ്ങനെയായിരിക്കും നിൽക്കുക? ഇങ്ങനെയായിരിക്കും ആ വണ്ടി ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ആ വണ്ടി അവിടെ നിൽക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഞാൻ എന്ത് ചെയ്യുക? ഇവിടെയും ഇതിനെ സ്ട്രൈറ്റ് ആക്കിക്കൊണ്ട് ഇത്രയും കട്ട് ചെയ്യണം, ഇത്രയും ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നമ്മുടെ പ്രൊഫൈൽ ലൈനിന് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷന് ക്രോസ് ആയിട്ട് ഓരോരോ സെക്ഷനുകൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ എല്ലാത്തിൻ്റെ ലെവൽ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ രണ്ട് സെക്ഷനും കൂടെ, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്ങും ക്രോസ് സെക്ഷനിങ്ങും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈമൾട്ടേനിയസ്ലി ചെയ്തു പോകുന്നു. നോക്കിയേ, ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. നേരത്തെ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് 0 കഴിഞ്ഞ് അടുത്ത 20 മീറ്ററിലാണ് അടുത്ത പോയിന്റ് എടുത്തത്. ഇവിടെ നോക്കിയേ, അങ്ങനെയൊന്നും ഇല്ലല്ലേ. നോക്കിയേ, ഒരു ചെറിയ ഡിസ്റ്റൻസിലായിരിക്കും. സപ്പോസ് ഇതിനെ ഞാൻ 0 മീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു 0.5 മീറ്റർ ആയിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു 1 മീറ്റർ ആയിരിക്കാം. ഇങ്ങനെ അടുത്തടുത്ത പോയിന്റുകളാണ്. കാരണം എന്താ? ഇതെന്ന് പറയുന്നത് ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള പോയിന്റുകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് എനിക്ക് കാണാനുള്ളത്. ഓക്കെ, മറ്റേതെങ്ങനെയായിരുന്നു? ഒരു സ്ഥലം തൊട്ടല്ലേ, TVM തൊട്ട് കാലിക്കറ്റ് വരെ എനിക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഒരു റോഡിന്റെ അപ്പുറം തൊട്ട് ഇപ്പുറം വരെ ചെയ്താൽ മതി. സോ സ്റ്റാഫുകൾ അടുത്തടുത്തായിരിക്കും വെക്കുന്നത്. അതായത് നമ്മുടെ ഡിസ്റ്റൻസിന്റെ സ്കെയിലും, ഓക്കെ, ഡിസ്റ്റൻസിന്റെ സ്കെയിലും എലവേഷന്റെ സ്കെയിലും ഏകദേശം ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? സ്കെയിൽ ഓൺ എക്സ് ആക്സിസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സ്കെയിൽ ഓൺ
വൈ ആക്സിസ്. രണ്ട് ആക്സിസിലെയും സ്കെയിലുകൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഇത് മാത്രം പഠിക്കുക. ഏത് സ്കെയിൽ ഓഫ് എക്സ് ആക്സിസ് അപ്രോക്സിമേറ്റ്ലി ഓൺ ഈക്വൽ ടു വൈ ആക്സിസും പഠിക്കുക. അപ്പുറത്ത് പറഞ്ഞതേ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ പറഞ്ഞ ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക. ഇത്രയും മാത്രമാണ് നമുക്ക് എന്തുള്ളത്, പ്രൊഫൈൽ ലെവലിംഗ് ആൻഡ് ക്രോസ് സെക്ഷനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ചോദിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താണ് ഡീൽ ചെയ്യാനുള്ളത്? റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. റെസിപ്രോക്കൽ ലെവലിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എററുകളെക്കുറിച്ചും കറക്ഷനുകളെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. അത് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.